വാർത്താ ചാനലുകൾ മലയാളികൾക്ക് എന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. മലയാളത്തിൽ കൂടുകൾ പോലെ പല വാർത്താ ചാനലുകൾ മുളച്ചു പോകുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഏഷ്യാനെറ്റ്, മാതൃഭൂമിയും മനോരമയും ഒക്കെ ആയിരിക്കും. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പുതിയതായി രൂപം കണ്ട പല വാർത്താ ചാനലുകളും അവരുടെ അവതരണ രീതികളിലും വ്യത്യസ്തത പുലർത്തിയിരിക്കുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റി അടക്കം കാണിച്ചാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത്. മലയാളത്തിൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ആണെങ്കിലും ഈ അടുത്ത് രൂപം കൊണ്ട 24 മലയാളം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. മലയാളികളുടെ സ്വീകരണമുറിയിൽ ഒരു ദിനം തുടങ്ങുന്നത് തന്നെ പല വാർത്താ ചാനലുകളുടെ വാർത്തകൾ കേട്ടായി. ഇപ്പോഴിതാ വാർത്താ പ്രേക്ഷകരായ മലയാളികൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി. പല വാർത്താ ചാനലുകളും പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുന്ന ഈ സാഹചര്യത്തിൽ പുതിയൊരു മലയാള ചാനൽ കൂടി രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നു. മലയാളിയുടെ വാർത്താ ചാനലിലേക്ക് ന്യൂസ് മലയാളം 24/7 എന്ന പേരിലാണ് പുതിയ ചാനൽ കൂടി വരാൻ പോകുന്നത്. മെയ് മാസം 29-ാം തീയതി ഉച്ചയ്ക്കാണ് ചാനലിൻ്റെ ലോഞ്ചിങ്. ഇത്രയധികം മലയാള ചാനൽ ഉള്ളിടത്ത് മലയാളിയുടെ സ്വീകരണ മുറിയിൽ ഇനിയും ഒരു വാർത്താ ചാനൽ കൂടി പ്രേക്ഷക മനസ്സിൽ ഇടമുണ്ടോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ന്യൂസ് മലയാളം 24/7 വരാൻ പോകുന്നത്. മലയാളത്തിലെ പല മാധ്യമങ്ങൾക്കും അവരുടേതായ കാഴ്ചക്കാരുണ്ട്. അതിനിടയിലേക്കാണ് പുതിയ ഒരു ചാനൽ കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ചാനലിൻ്റെ മുഖം എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ സരീഷ് ഇളയടത്തും ടി ഹർഷനും അടങ്ങുന്നതാണ് ന്യൂസ് ഡയറക്ടർമാർ. പൂട്ടിപ്പോയ പഴയ ഇന്ത്യ വിഷൻ്റെ തലപ്പത്തുണ്ടായിരുന്ന MB ബഷീറാണ് ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ആയി പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ചാനലിൻ്റെ CEO ആയി മംഗളം ടെലിവിഷൻ്റെ അജിത് കുമാറും ഉണ്ട്. അങ്ങനെ നിരവധി പേരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ന്യൂസ് മലയാളം 24/7 പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ മികച്ച രീതിയിലുള്ള ശമ്പള പാക്കേജുകൾ നൽകിയാണ് പല റിപ്പോർട്ടർമാരെയും ക്യാമറാമാന്മാരെയും ചാനൽ എടുത്തിരിക്കുന്നത്. തമിഴിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന തമിഴ് 24/7 എന്നീ ചാനലിൻ്റെ മലയാളം പതിപ്പാണ് ന്യൂസ് മലയാളം 24/7. ചാനലിൻ്റെ അണിയറ പ്രവർത്തകർ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർക്കായി പറയുന്നു. ന്യൂസ് മലയാളം 24/7 രാഷ്ട്രീയ ചർച്ചയില്ലാത്ത ഏക ചാനലായിരിക്കുമെന്നും പറഞ്ഞു വെക്കുന്നു. രാഷ്ട്രീയം ചർച്ചയില്ലാത്ത ഒരു ചാനൽ എങ്ങനെ മലയാളത്തിൽ പുതിയ ഇടം കണ്ടെത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.